ഞാനിങ്ങനെ ആലോചിക്കാണേ എല്ലാരും നമ്മുടെ ഉമ്മാർക്ക് ഇപ്പൊ പെരുന്നാളൊക്കെ ആയിട്ട് നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും. എന്താണ് നേരത്തെ പോയി പോണ്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. വേഗം പോയി. പക്ഷേ എനിക്ക് ഉമ്മയുടെ കൂട്ടം പറഞ്ഞപ്പോ സങ്കടം കേട്ടോ. എല്ലാരും ഇങ്ങനെ ഉമ്മാർക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഒരു ഭയങ്കര ഒരു അല്ല ആരുടെങ്കിലും വീഡിയോ കണ്ട അപ്പൊ സങ്കടം വരും. ഗിഫ്റ്റ് കൊടുക്കണത് മുസല്ല നിസ്കാരക്കുപ്പായ അങ്ങനെ എല്ലാരും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അതുപോലെ ഇപ്പൊ പെരുന്നാളായിട്ട് എല്ലാരും ഉമ്മാരെ കാണാൻ പോവുക. എന്റെ ഇവിടുത്തെ എന്റെ മൂത്തച്ചി ഇളച്ചി എല്ലാരും ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ സങ്കടാവും ട്ടോ. ആരും അറിയില്ല എന്റെ സങ്കടം ഞാൻ മാത്രമേ അറിയുള്ളൂ. ഇതെല്ലാം ഉമ്മാരില്ലാത്തവരവസ്ഥ. ഞാൻ സങ്കടം ഇങ്ങനെ എന്താന്നറിയില്ല, ാത്തൊരു സങ്കടമാണ്. നമ്മള് ഈ വീട് ഈ ലോകം അതാണ്. അതിന്റെ ഇടയിൽ ഉമ്മാരുണ്ടെങ്കിൽ ഉമ്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സമാധാനമുള്ളത് ഉമ്മാനെ കുറിച്ച് ആലോചിച്ചാ സങ്കടാട്ടോ. പെരുന്നാളായിട്ടൊക്കെ എല്ലാരും ഉമ്മാരത്തേക്ക് പോണു. നമ്മക്ക് പോകാനില്ല. ഉമ്മാക്ക് വയസ്സായിട്ടൊന്നല്ല ഉമ്മ മരിച്ചത്. ഉമ്മാനെ പഠിച്ച വേഗം കൊണ്ടുപോയി. ഒരാശ്വാസവും ഇല്ല. ഉമ്മ ഉണ്ടെങ്കിൽ ആ ഒരാശ്വാസമായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴേ ഭയങ്കര സങ്കടം. നിങ്ങളേലൊക്കെ ആരൊക്കെ എമ്മല്ലാത്തവര് കേൾക്കണവരാരൊക്കെ എമ്മല്ലാത്തവരിച്ചെങ്കിൽ ഒന്ന് കമന്റ് ഇടോ. ഇതിന്റെ അവർക്കും ഇതേ അവസ്ഥയിലേക്കാരായിരിക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മാട് പറഞ്ഞ ഉമ്മാര് കുറച്ച് സമാധാനിപ്പിക്കുമല്ലോ നമ്മളത്. ഇപ്പൊ നമ്മളെ സമാധാനിപ്പിക്കാനും ആളില്ല. നമ്മുടെ സങ്കടം നമ്മളിങ്ങനെ സഹിച്ചിരിക്കുക. എന്തെങ്കിലും സങ്കടം വന്നാൽ നമ്മൾ സഹിക്കുക. ഉമ്മാരടക്കൊക്കെ ഉമ്മാര് നമ്മുടെ അടുത്തേക്ക് വരികയൊക്കെ വെച്ചെങ്കിലൊക്കെ എത്ര സമാധാനം നമ്മക്കല്ലേ. ഒന്നുമില്ല, ആരും വരാനും ഇല്ല. ഏട്ടത്തികളൊക്കെ ഉണ്ട്, അവർക്ക് അവരേതായ അവർക്കും ഇപ്പൊ ഈ സംഘടനയല്ലേ കാരം ചുറ്റുപാടും. ഞാനിപ്പോ പെരുന്നാക്ക് രാവിലെ തുടങ്ങി മോള് കരയില്. എവിടേക്കേലും പോവുക എവിടേക്ക് പോണ്, എവിടേക്കാ പോവാനുള്ളത്, താത്താരോടക്കൊക്കെ പോവാ. എന്നിട്ട് ഇന്നലെയും തൊഴിലില്ല, ഇന്നലെയും കരയുണ്ട്. അപ്പൊ ഇന്നലെ എന്റെ മൂത്തച്ചിയൊക്കെ പോണുണ്ടിട്ടേ. അവര് പെരുന്നാക്ക് ചോറുന്നാ പിന്നെ അവര് ഉമ്മാടടുത്തേക്ക് പോണവര്. അവർക്ക് ഇപ്പല്ല കേട്ടോ, ഉമ്മ ഉണ്ട്. ഇപ്പ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ഒരു ഇപ്പൊ ഉണ്ട്, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഒരു ബന്ധം പോയത്. ഇപ്പാനെ കണ്ട അപ്പൊ അധികം സങ്കടാട്ടോ. എന്തേലും ചോദിക്കേ എന്താ വർത്താനം ഒന്നുമില്ല. മോന് പോന്നില്ല. അപ്പൊ അവിടെ ചോദിച്ചു, ചെക്കനെ അവിടെ ചോദിച്ചു. ആ ഒരു വർത്താനം മാത്രം, വേറൊന്നുമില്ല. നേരെ മറിച്ച് നമ്മുടെ അമ്മ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചോദിക്കും, എന്തൊക്കെ പറയണ്ടാവും. അപ്പൊ അത് കേട്ട് അതിന് മറുപടി പറഞ്ഞു. അവിടെ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് പിന്നെയും സങ്കടം തന്നെ. പെരുന്നാളായിട്ടെന്നല്ല, എപ്പോഴും സങ്കടം. ഞാൻ പോവൂല, കഴിഞ്ഞ പെരുന്നാൾക്കൊന്നും പോയിട്ടില്ല. മോളിങ്ങനെ എല്ലാരും പോണ കാണുമ്പോഴേ അവളിങ്ങനെ തൊയിരം കെടുത്തിട്ട് പോയതാ. മക്കൾക്ക് പടങ്ങാലെടുക്കും പോവാതെ അങ്ങനെ കുത്തിരിക്കുമ്പോ അങ്ങനെ പോയതാട്ടില്ലേ. അപ്പൊ പണികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ. അപ്പൊ ഞാൻ ചോറൊക്കെ വാർത്തിച്ച്, ചോറും ചാറൊക്കെ ഉപ്പേരിയൊക്കെ ആയി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴും സങ്കടം. അപ്പൊ ഞാനിങ്ങനെ എനിക്കിപ്പോ ഇങ്ങനെ കൊണ്ട് കുറച്ച് പറയാന് എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാന് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ യൂട്യൂബിൽ കയറുണ്ട് കേക്കാന്. ഇതിന്റെ കാര്യം ചോദിക്കാനും ആരുമില്ല, പറയാനും ആരുമില്ല കേട്ടൊക്കെ. ഇങ്ങനെ കഴിയുന്നുണ്ട് ഇവിടെ. പിന്നെ പറയാം, എന്റെ ഭർത്താവ് അതിന് പറ്റിയതുമല്ല. അതിന്റെ ലോകം.
ഇപ്പൊ പണിയില്ലട്ടോ, പെരുന്നാളായിട്ട് ഇപ്പൊ 2 ദിവസം ലീവാണ്. നാളെ പണി ഉണ്ടാവണം അവന്. അപ്പൊ എവിടെയും പോയി കുത്തിരിക്കും, ഇവിടെ ഉണ്ടാവൂല. പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആള് ഇവിടെ ഇല്ല. രാത്രി വരും, കടന്നുറങ്ങും, നേമൽത്താ നീച്ച് പോകും. അതിന്റെ ലോകം അതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ എന്റെ അവിടുത്തെ അയൽവാസികളൊക്കെ വിളിക്കൂട്ടോ, താത്താരൊക്കെ വർത്താനം ചോദിച്ചിട്ട്. അവർക്കൊക്കെ എന്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടം. എന്റെ ആൾക്കാരെക്കാളും സങ്കടം എന്റെ അയൽവാസികൾക്ക് എന്റെ കാര്യത്തിൽ. എന്റെ ആൾക്കാരെ വിളിച്ച് ചോദിക്കൂല എന്നല്ല, എന്നാലും അവരെക്കാളും ദിവസം 2 പ്രാവശ്യം പറഞ്ഞൊക്കെ വിളിക്കും അയൽവാസികൾ. ഒരാളല്ലെങ്കിൽ ഒരാളിങ്ങനെ അടുത്തുള്ളവരിങ്ങനെ. ഞാൻ എന്റെ വീട്ടിൽ ഇപ്പൊ 9 വർഷം നിന്നില്ല, അവിടെ ഉള്ളവര്. അവർക്ക് എന്റെ കാര്യങ്ങളെല്ലാം അറിയാം. എന്റെ കാര്യം, എന്റെ മാപ്പിള കാര്യവും എന്റെ ആൾക്കാർക്കും അറിയില്ല എന്നല്ല. അങ്ങനെ അവരോട് അങ്ങനെ പറയില്ലല്ലോ, കുറച്ചൊക്കെ പറയുള്ളൂ. നമ്മൾ ഫ്രണ്ട്സുകളോടൊക്കെ നല്ല എല്ലാ കാര്യം പറയില്ല. മാതിരി സങ്കടവും സന്തോഷവും, അതേ സങ്കടം തന്നെ ഉള്ളൂ എന്റെ ജീവിതത്തിൽ പറയാൻ ഇതുവരെ ഉണ്ടായിട്ട്. ഒരു പെരുന്നാളായി, നോമ്പ് കഴിഞ്ഞ് പെരുന്നാളായി. എന്റെ മാപ്പിള എന്നൊരു ഡ്രസ്സ് എടുത്താന്ന് വെച്ചിട്ടാ, ആരോട് ഞാൻ പറയാനാ. ഡ്രസ്സ് എടുത്തന്ന കാലൊക്കെ ഓർമ്മ തന്നെ ഇല്ല. 5-6 കൊല്ലം എങ്ങനെയായിട്ടുണ്ടാവും. അപ്പോഴൊക്കെ പിന്നെ ഞാൻ അവിടെയാണ് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞാലത്തെ ചെറിയനാളും വലിയൊരുനാളും കഴിഞ്ഞു. ഒരു പൈസ ഒരു മാക്സി എടുത്തു എൻ്റെ തരും, എടുക്കാൻ പൈസ തരുമൊന്നുമില്ല. ഒരു ചുരിദാറൊക്കെ എടുത്ത് തരുമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ആരോടെ പറയുക. അപ്പൊ ഞാൻ മാക്സി കച്ചവടം തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ് ചെറിയനാൾക്കൊന്നും ഒന്നുമില്ല കേട്ടോ, ഒന്നും അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഞങ്ങളുടെ മേത്ത് സ്കൂൾ ഉണ്ടായില്ല, ഒരു അയൽക്കൂട്ടാണ്. അതിക്ക് മാക്സികൾ കൊണ്ടിട്ട് ഞാൻ അങ്ങനെ മാക്സി കച്ചവടം തുടങ്ങി. അപ്പൊ പിന്നെ വലിയൊരുനാൾക്ക് ഞാൻ അതിൽ നിർത്തിട്ടോ. ചെറിയൊരുനാൾക്കൊന്നും ഒരു നൂലിന്റെ കണ്ടന്റെ മാപ്പിള നിർത്താൻ നിട്ടില്ല കേട്ടോ. ചെറിയൊരുനാൾക്ക് 5-6 കൊല്ലായി, 5-6 പെരുന്നാൾ കഴിഞ്ഞു, ഇത് എടുത്താൻ നിട്ടില്ല. അവർക്കൊക്കെ ഭയങ്കര സങ്കടം ഇട്ടായില്ല. ഇതിനോടൊന്നും പറയാനും പറ്റൂല, പറഞ്ഞിട്ട് കാര്യമില്ല. മാപ്പിളാരെ പൈസ കൊണ്ട് മാക്സിയോ ഷാളോ ചുരിദാറോ ഇല്ല. പിന്നെ വലിയൊരുനാളാകുമ്പത്തിനാണ് കച്ചവടം തുടങ്ങിയത്. അപ്പോൾ ഞാൻ അതിന്ന് മാക്സി എടുക്കും. ഇപ്പോഴൊക്കെ മാക്സി കച്ചവടം തുടങ്ങി. അത് ഞാൻ രണ്ടും എന്റെ കച്ചവടം, എന്റെ മാക്സി കിട്ടുന്ന 2 മാക്സി വില കുറഞ്ഞ മാക്സിനെ ഞാൻ എടുത്തിക്കണം. നമ്മളെ കയ്യിൽ പൈസ കൊടുക്കണ്ടേ. പിന്നെ ഇപ്പൊ എന്റെ ചെറിയ കച്ചവടമല്ലേ, വലിയ ലാഭമൊന്നും കിട്ടൂലല്ലോ. അപ്പൊ ഇന്നങ്ങനെ 2 മാക്സി എടുത്തു. പിന്നെ അതിന് തന്നെ ഞാൻ ചുരിദാറും, കോട്ടന്റെ ചുരിദാറും ഉണ്ടായി. ഇന്നൊരു ചുരിദാർ എടുത്തു. എന്നാലും ഒരു സന്തോഷമായിട്ടില്ല കേട്ടോ. നമ്മുടെ മാപ്പിളാർ എടുത്തു തരുമ്പോൾ അല്ല എടുത്തോണ്ട് പൈസ തരിക, അല്ലെങ്കിൽ എടുത്ത് തരികയൊന്നുമില്ല. അതൊക്കെ ഭയങ്കര സങ്കടം. ഇപ്പൊ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഇതിലിങ്ങനെ പറയാണ്. എന്നെ ഇഷ്ടപ്പെട്ട് കേൾക്കണ ആകെ 10-15 ആളെന്നെ ഉള്ളൂ. അവരൊക്കെ കേട്ടിട്ട് അവർക്കും ഈ അനുഭവം ഉണ്ടെങ്കിൽ ഈ സങ്കടമൊക്കെ ഇപ്പൊ നമ്മൾ ആരോടാ പറയാ. സങ്കടം വരുമ്പോഴും വേഗം ഓർമ്മ വരും മാറി. നമ്മുടെ ഡ്രസ്സ് എടുത്തോ എന്താ ഏതാ ചോദിക്കാനും ആളില്ല കേട്ടോ. അയൽവാസികളൊക്കെ ചോദിച്ചു, ഡ്രസ്സ് എടുത്തോ, എന്താ കാട്ടിയതൊക്കെ ചോദിച്ചിട്ടോ. അവർക്കൊക്കെ അറിയാന് വീട്ടിൽ നിന്നിട്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് ഇവരിൻ്റെ മാപ്പിള എടുത്ത് തരാത്തതും കുട്ടികൾക്ക് കൊടുത്ത് തരും, അല്ലെങ്കിൽ എടുക്കാൻ പൈസ തരും, അങ്ങനെ ചെയ്യാറ്. അത് കണക്കാക്കിയിട്ടാ തരിക. 1000-1500 തന്നാ ഒറ്റക്കന്നെ തികയില്ല. ഇതന്നെ പകുതി ഞാൻ കൂട്ടണം. ആദ്യം ഈ നോമ്പിന് ആദ്യം മോനൊക്കെ എടുത്തിട്ടോ. ആദ്യം മോന് 1500 തന്നിരുന്നു. പിന്നെ ഞാൻ 500, പിന്നെ 3-4 ദിവസം ചോദിച്ചിട്ട് ഒരു 500 തന്നു കേട്ടോ. അതുകൊണ്ട് പോയിട്ട് മോനക്ക് ഡ്രസ്സ് എടുത്തു. അവിടെ 2000-ന്റെ മേലെ എനിക്ക് പാൻറ്റും ഷർട്ടും അവറ്റൊക്കെ ഇഷ്ടപ്പെട്ട് എടുത്ത് കൊടുക്കണ്ടേ. ഇപ്പം നമ്മൾ എടുത്ത് കൊടുത്ത് പിന്നെ ആരെയെന്ന് പിന്നെ അവറ്റങ്ങ് അവൻ തണ്ടിച്ചെടുക്കുകയാണെങ്കിൽ അവർക്ക് വാരന്മാരിപ്പം എടുത്ത് കൊടുക്കുമ്പോൾ അവറ്റൊക്കെ സന്തോഷം വേറെയല്ലേ. എന്നിട്ട് ഞാനും അവനും പാടെ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കടയിൽ പോയിട്ട്, അവൻ പറഞ്ഞ കടയിൽ കൊണ്ടുപോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടോ. പാൻറ് ഷർട്ട് അപ്പത്തേന് 1750 ആയി.
പിന്നെ അവനക്ക് ചെരുപ്പ് വേണം, ബനിയൻ വേണം, ഉള്ളിടുന്ന ഇന്നർ, ഷെഡ്ഡി വേണം, ട്രൗസർ വേണം. പിന്നെ അതൊക്കെ എടുക്കാൻ 250 ഉറുപ്പ്യുണ്ട്. പിന്നെ ചെരുപ്പ് എടുത്തു ഒപ്പത്തിന് 300ൻ്റെ മേലായി. പിന്നെ ഷെഡ്ഡികൾ എടുത്തിട്ടില്ല, ട്രൗസർ എടുത്തിട്ടില്ല, ഇന്നർ എടുത്തിട്ടില്ല, ഒക്കെ വേണം. അവിടെ പിന്നെ ഞാൻ പിന്നെ പിന്നെ മാക്സി കൊണ്ട് പോയിട്ട് അങ്ങനെ കിട്ടിയതൊക്കെ പട കൂട്ടിയിട്ട് ഇങ്ങനെ അവനക്ക് ആദ്യം 2 ഷെഡ്ഡി 2 ട്രൗസർ കൊടുത്തു, ഒരു ഇന്നർ. പിന്നെ മോൾക്ക് പൈസ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ കാത്ത് ഒരു 26 നോമ്പൊക്കെ ആയിട്ട് 27ഒക്കെ കഴിഞ്ഞു. അപ്പോഴാണ് മോൾക്ക് എടുക്കാനുള്ളത്. അതിനും ചോദിച്ചു 2000 കയ്യിലാക്കി. നമുക്ക് വേണം, ചെരുപ്പ് വേണം, ഡ്രസ്സ് വേണം, ചെരുപ്പ് വേണം, ഡ്രസ്സ് വേണം, ഒക്കെ വേണം. അവൾക്ക് ഡ്രസ്സ് എടുത്തപ്പത്തിന് 2000 കഴിഞ്ഞു കേട്ടോ. പിന്നെ അവൾക്ക് സാധാരണ പലാസ പാൻറ് വേണം, ടീഷർട്ട് വേണം, ഷെഡ്ഡി വേണം, ചെരുപ്പ്. ആ ചെരുപ്പ് കൊടുത്തു. വെച്ച് തന്ന പൈസ കൊണ്ട് പാൻറ്റും ഷർട്ടും ചെരുപ്പ് കൊടുത്തു. മോനക്ക് എടുത്തപ്പോൾ എന്നാൽ കൂടെ പിന്നെ ഞാൻ കൂട്ടിട്ടോ. അത് ഈ ചെറുതാണെങ്കിൽ ഈ മാക്സി കച്ചവടം ചെയ്തുകൊണ്ടാണ് കൂട്ടാല്ല. അതൊക്കെ ആരാ തരുന്നത്? അല്ലാതെ ഒരു വരുമാനം നിൽക്കില്ല കേട്ടോ. എന്നിട്ട് പിന്നെ 2 ഷെഡ്ഡി, ഒരു പലാസ പാൻറ് സാധാരണ ഇടാൻ, ഒരു ടീഷർട്ട് ഒക്കെ അങ്ങനെ എടുത്തു കേട്ടോ. അതിനും പൈസ ഞാൻ ഈ 20 മാക്സൊക്കെ കൊണ്ടുവരാം. ഇന്ന് ചിലപ്പോൾ 8 10 12 ചിലവാക്കി കൊണ്ടു പിന്നെയും മാറ്റും. അതിന് ബസ്സിന് തന്നെ എത്ര കാണിച്ചിട്ടാണ് അതിനൊക്കെ കഴിച്ച് ബസ്സിൻ്റെ കൂലൊക്കെ കഴിച്ച് അധികം ഒന്നും കിട്ടും. ഒരു 100 200 കിട്ടും 10 മാക്സി കൊടുക്കണം. 20 കൊടുക്കണം. പിന്നെ ഇങ്ങനെ ആദ്യം മോനക്ക് എടുത്തു, പിന്നെ ഓൾക്കും അങ്ങനെ എടുത്തു. അവൾക്കൊക്കെ ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ അതിനടിയായി. വാപ്പാനോട് പറയല ഒക്കെ എന്നോടാട്ടോ. വാപ്പാനോട് ഡ്രസ്സ് എടുക്കാനും പോവില്ല. വാപ്പാനായിട്ട് പോയാൽ ഇഷ്ടപ്പെട്ട എടുത്തു. അവർക്കാണ് ഇഷ്ടപ്പെട്ട എടുത്ത ഇവർക്ക് പറ്റൂല. കാരണം അങ്ങനെ പെരുന്നാളായി. ഇന്ന് എൻ്റെ മാപ്പിള ഉണ്ടല്ലോ, മാക്സി വേണോ ചുരിദാർ വേണോ ചോദിച്ചതും ഇല്ല, എടുത്തോടൊന്നും ഇല്ല കേട്ടോ. കൊണ്ടുമില്ല. അവർക്ക് കൊടുത്തിട്ടില്ല. അവർക്കൊരു ഷർട്ടോ തുണിയൊന്നും എടുത്തിട്ടില്ല. നിൽക്കില്ല. ഞാൻ പിന്നെ എൻ്റെ മാക്സി കച്ചവടം 2 മാക്സി എടുത്തു. വില കുറഞ്ഞു കിട്ടോ. എല്ലാവർക്കും കൊണ്ടുകൊടുത്തു. എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പറ്റാത്തത് പിന്നെ ഞാൻ എടുത്തു ലാസ്റ്റ്. പിന്നെ കോട്ടൻ്റെ ചുരിദാർ ഉണ്ടാവുന്നത് ചുരിദാർ കൊടുത്തു. എനിക്ക് സന്തോഷമല്ല കേട്ടോ എൻ്റെ മാപ്പിള എടുത്തരായിട്ട്. ജീവിച്ചിരിക്കണുണ്ടല്ലോ ആള്. സന്തോഷമല്ല. അങ്ങനെ ഇതൊക്കെ പറയാനൊരാരപ്പം ഉള്ളത്. ആരോടും പറയാനുമില്ല, കേൾക്കാനുമില്ല. ഒക്കെയാണ് എൻ്റെ അവസ്ഥകൾ. നിങ്ങളുടെയൊക്കെ അവസ്ഥ? ഉമ്മല്ലാത്ത സങ്കടം വേറെ. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാരോട് പറയാറുണ്ട് കുറേ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ഉമ്മ പറയാൻ ആരുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും പറയാൻ കുറേ ഉണ്ട് കേട്ടോ. പറയാൻ കഥകളൊക്കെ കുറേ ഉണ്ട്. പറയാതിരിക്കാതിരുന്ന് ഇങ്ങനെ പറയണം. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. ഇങ്ങനെ പറയുന്നുണ്ട്.